ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോവാണ്. അപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസ് ഒക്കെ നടക്കുന്ന ടൈമാണ്. അപ്പോൾ ഞങ്ങൾ ഹാമിൽട്ടൺ വരെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യും. ഇന്ന സാധനമൊന്നുമില്ല, എന്തെങ്കിലും കാണുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന് കരുതി പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം. കാനഡയിൽ ഇപ്പോൾ വിൻ്റർ സീസൺ സ്റ്റാർട്ടായി. സ്നോ ഒന്നും അധികം വന്നു തുടങ്ങിയിട്ടില്ല, പക്ഷേ ടെമ്പറേച്ചർ ഏകദേശം മൈനസിലേക്കൊക്കെ പോയി തുടങ്ങിട്ടോ. നമ്മൾ ലാസ്റ്റ് ഇയർ ബ്ലാക്ക് ഫ്രൈഡേക്കും അത്യാവശ്യം ഷോപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അത് പിന്നെ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നായതുകൊണ്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് ഹാപ്പിനെസ്സിന് കുറവൊന്നുമില്ല, വലിയ ലാഭമൊന്നുമല്ല ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽസ് നമുക്കറിയാം. എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ, അത് കാരണം നമ്മളിന്ന് ഹാമിൽട്ടൺ വരെ വന്ന് അവിടുത്തെ ഒരു മാളിൽ വന്നിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഷോപ്പിംഗ് മാളിൽ എത്തി ഗൈസ്. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഡിസംബർ ആവാറായതോടെ ആസ് യൂഷ്വൽ നമ്മുടെ ക്രിസ്മസ് വൈബൊക്കെ അത്യാവശ്യം സ്റ്റാർട്ടായി തുടങ്ങി. ഇപ്പോൾ ഈ മാളിൽ തന്നെ ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസ് ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കരുതിയത് നാട്ടിലൊക്കെയാണ് ഇങ്ങനെ ഡീൽസൊക്കെ വരുമ്പോൾ ഒരുപാട് തിരക്ക് കൂട്ടുന്ന ആൾക്കാരുന്നു. പക്ഷെ ഇവിടെ അതുപോലെ തന്നെയാണെന്ന് എനിക്കിവിടെ വന്നേ പിന്നെയാണ് മനസ്സിലായത്. ഞങ്ങൾ ആദ്യം പോയത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലേക്കായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്ന് കയറി നോക്കി. അപ്പോൾ നല്ല ബോഡി മിസ്റ്റുകൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ ബോഡി മിസ്റ്റിനും $4.95 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് ബോഡി മിസ്റ്റുകൾ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ഒരേപോലെ തന്നെ തോന്നും. എനിക്കതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അവസാനം ഞാൻ ഒരെണ്ണം ഫൈനലൈസ് ചെയ്തു. പ്യുവർ വണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു ബോഡി മിസ്റ്റായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ്, ഹാൻഡ് ക്രീംസ് ഒക്കെ ഉണ്ട്. നാട്ടിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നമുക്ക് ഒരുപാട് റിലേറ്റീവ്സിന് ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വന്ന് ബ്ലാക്ക് ഫ്രൈഡേ പോലത്തെയുള്ള ഡീൽസുകൾ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ബൾക്കായിട്ട് ഇതേപോലെയുള്ള ബോഡി മിസ്റ്റുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നാറ്. അതുകൊണ്ട് ഞാൻ ന്യൂ കമേഴ്സിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്ന് ഒരു 2 പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്. ബോഡി മിസ്റ്റാണ് ശരിക്കും. നല്ല ഓഫർ ഉണ്ട് കേട്ടോ. $4.95 ആണോ? അത്ര ഉള്ളൂ. എന്തായാലും ഞങ്ങള് 2 വാങ്ങിച്ചു. എന്തായാലും എല്ലായിടത്തും ഭയങ്കര ഓഫറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ സെഫോറിൽ കയറണം എന്നുള്ളൊരു പ്രധാന ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ സെഫോറ കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് കരുതി. എനിക്കൊരു ലിപ്സ്റ്റിക്ക് നോക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ നോക്കുന്നത്. കഴിഞ്ഞ വട്ടം ഞാൻ കഴിഞ്ഞ ഇയർ സെഫോറയിൽ നിന്ന് നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ലോങ് ലാസ്റ്റിംഗും ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഷെയ്ഡ്. അപ്പോൾ ഞാൻ ഇന്നും ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് സെക്ഷനിലേക്ക് വന്നേക്കാണ്. ഈ ലിപ് സ്റ്റെയിൻസ് ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു പരിപാടിയല്ല. എന്നാലും ഇത് ട്രൈ ചെയ്ത് നോക്കാതെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചേരുമോയെന്ന് അറിയില്ലാത്ത കാരണം ഞാൻ അവിടെ വെച്ചൊന്ന് ട്രൈ ചെയ്യാണ്. നമുക്കവിടെ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂസും അതേപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്റ്റിക്കുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ യൂസ് ചെയ്തിട്ട് ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഈ ഒരു ഷെയ്ഡായിരുന്നു. ഇതിൻ്റെ പക്ഷേ ഇത്തിരി റെഡ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അത് കാരണം ആ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തില്ല. മറ്റ് ഷോപ്പുകളിൽ പോലെ സെഫോറയിലും നല്ല തിരക്കുണ്ടായിരുന്നു. ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസൊക്കെ ആയതുകൊണ്ട് റേറ്റ് ഒന്നും കുറയുന്നു പ്രതീക്ഷിക്കൊന്നും വേണ്ട. എനിക്കങ്ങനെ തോന്നിയില്ല. സെഫോറയിൽ ഭയങ്കര റേറ്റ് കുറവുള്ള പോലെ തോന്നിയില്ല. പിന്നെ ഈ മാളിൻ്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാവരുടെയും കണ്ണങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് ശരി. ഞാൻ ഇവിടുന്ന് ഒരു ലിപ് സ്റ്റെയിൻ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇന്ന്. അത് തന്നെ നമുക്ക് ഈ ഒരു ലിപ് സ്റ്റെയിന് $21 ശരിക്കും ആവുന്നത്. അപ്പോൾ ഞാൻ എടുത്ത ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ബ്ലാക്ക്ബെറി സോർബറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഞാൻ എടുത്തത്. ഈ ഒരു കളറായിരുന്നു. അത് ഇത്തിരി ഒരു ഡാർക്ക് ഷെയ്ഡാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ബൂസ്റ്റർ ജ്യൂസ് വാങ്ങി. എങ്ങനെയുണ്ട് ബേബി ജ്യൂസ്?
അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ അർബൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ ഡ്രസ് പർച്ചേസിന് കയറിയായിരുന്നു. അവിടെ നല്ല ക്ലിയറൻസ് സെയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടിയല്ല. നമ്മുടെ അടുത്ത പർച്ചേസിന് കഴിഞ്ഞിരിക്കും. സാധനങ്ങൾ ഇഷ്ടമാതിരി വാങ്ങിക്കുന്നുണ്ട്. അല്ലേ ബേബി? $10 ലെഗിൻസ് അല്ലെങ്കിൽ ടൈറ്റസ് പോലത്തെ പാൻറ്റുകളൊക്കെ ഉണ്ട്. അധികമൊന്നും വാങ്ങിച്ചില്ല, ഒരു $77 അത്ര വാങ്ങിച്ചോളൂ. കുറെ ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ചതുകൊണ്ട് ഇനി ക്ഷീണം മാറ്റുന്ന ഒരു കോഫി ആവാന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മളൊരു കോഫി വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. 6 മണിയാകുമ്പോൾ മോളടയ്ക്കും കേട്ടോ. നമ്മൾ അതിന് മുമ്പ് ഇറങ്ങണം. അത്യാവശ്യം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ബർത്ത്ഡേക്കൊരു സോളോ ഷോപ്പിംഗ് ചെയ്യാതെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അല്ലേ ബേബി? എന്താന്ന് എല്ലാം കൂടി ഇന്നലെ ചെയ്ത് ക്ഷീണിക്കണ്ടെന്ന് വിചാരിച്ചു എന്റെ ബേബി അല്ലേ. ബാക്കി ബർത്ത്ഡേക്ക് ചെയ്യാന്ന്. ബർത്ത്ഡേക്ക് ഞാനൊരു രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങി. കുറച്ച് പണിയുണ്ട് എനിക്ക്. സച്ചുബായി ജോലിക്ക് പോണ നേരത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനായിരുന്നു. അത് കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് തിരിച്ചു വരും. ഇതാണ് എൻ്റെ പ്ലാൻ. എനിവേസ്, എത്ര കയറണ്ടെന്ന് വിചാരിച്ചാലും ചില ഷോപ്പുകളാണ് നമ്മൾ അറിയാതെ കയറിപ്പോവും. ഇത് ലിൻഡ് ചോക്ലേറ്റിൻ്റെ ഷോപ്പാണ്. നമ്മൾക്ക് മധുരത്തോട് വലിയ താല്പര്യം ഇല്ലാത്ത കാരണം നമ്മൾ ഇവിടെ നിന്നൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് കണ്ടു കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് കണ്ട അവിടെ ഒന്ന് കയറാതെ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു $10.99 നല്ലൊരു ഓഫർ കണ്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ലിപ്സ്റ്റിക്ക് എടുത്തു. 176 ന്യൂഡ് ഇൻറ്റൻസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് എടുത്തത്. പിന്നെ ഒരു ലിപ് ലൈനറും കൂടി എടുത്തായിരുന്നു അവിടെ നിന്ന് തന്നെ. ഞങ്ങൾ മാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതേ നല്ല സ്നോയാണ്. കാണുന്നുണ്ടോ? അയ്യോ, ഭയങ്കര തണുപ്പാട്ടോ. തണുപ്പും സ്നോയും. ആഹാ. എവിടെ ബേബി കാർ ഇട്ടേക്കണേ? കാർ എവിടെ ഇട്ടേക്കണേ? എന്തായാലും നല്ല സ്നോ ഉള്ള ദിവസമാണ് നമ്മൾ. സ്നോ അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴാണൊന്ന് പയ്യെ സ്നോ ആയി തുടങ്ങിയത്. എന്നാലും അധികമൊന്നും വീണിട്ടൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഒരു ദോശ കഴിച്ചാലോ എന്ന് വിചാരിച്ചിങ്ങനെ പോവല്ലേ ചക്കടു. അടുത്ത ലക്ഷ്യം. ഗൗഡചന്ദ്ര കാണാ. ഞങ്ങളൊരു ദോശ കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് വന്നേക്കാണ്. ഗ്രീൻ ലീഫ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ദോശയും ഇങ്ങനത്തെ ചാട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. നമ്മുടെ ഹാമിൽട്ടണിലാണ് ഈ റെസ്റ്റോറൻറ്റ്. കഴിച്ച് നോക്കാം. ചട്നിയുടെ നിറം പാറ്റേൺ ഉണ്ട്. ഇറങ്ങിയപ്പോഴത്തേക്കും വൻ സ്നോ ആയി. സ്നോ ഫ്ലറീസ് ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് ശരിക്കും സ്നോ ആയിരുന്നു. ഫ്ലറിയാണ്. ബട്ട് കുറച്ച് ഇതാവുന്നുണ്ട്. ആ വൈപ്പർ ഇട്ടോ ചക്കട് വേണമെങ്കിൽ. ഓ, ഇതാണ് നമ്മള് കയറിയ റെസ്റ്റോറൻറ്റ്. ദോശ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കേരള സാമ്പാർ അല്ലായിരുന്നു. സാമ്പാർ വേറെ ചട്നി നല്ലതായിരുന്നു. മിന്റ് ചട്നി ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. It's so snowy guys. It's so snowy. Come on guys. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ. Bye guys.